പടം നല്ല പടം, സൂപ്പർ പടം, അടിപൊളി പടം. ഇതിൽ രണ്ടും ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്റർവെൽ വരെ. രണ്ടും ഇടിയാണ്. ഇടിയൊക്കെ അടിപൊളിയാണ്, സൂപ്പറാ. നല്ല നല്ല മേക്കിങ് കേട്ടോ, മേക്കിങ് നല്ല മമ്മൂട്ടി പൊളിയാ. അത് പടം ഫുള്ള് കണ്ടു പറയാൻ പറ്റത്തില്ല. ഇതിപ്പം പടം ഇന്റർവെൽ അല്ലേ, പടം ഇതുവരെ ഒരു കുഴപ്പമില്ല. മമ്മൂട്ടി പൊളിയല്ലേ, പൊളി പൊളി എന്ന് പറഞ്ഞാൽ അന്യദാന. പിന്നെ സ്ക്രീമേഴ്സ് അത് ഒരു രക്ഷയില്ല കേട്ടോ. എന്റെ പൊന്നെ ഇടിയ ഇത് രണ്ടുമൂന്നും കഴിഞ്ഞിപ്പം പൊളി സാധനം പറയാം. ഇനിയാ കിടക്കുന്നത്, വെടിക്കിട്ട് സാധനം കിടക്കുന്നത്. അല്ലാതെ വില്ലനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇൻട്രോ ഒക്കെ അടിപൊളിയാ പുള്ളിയുടെ, രോമാഞ്ചം അടിപൊളി സാധനമാണ്. വില്ലന്റെ കണ്ടൊക്കെ അടിപൊളിയാ. മമ്മൂട്ടി സാധാ നാട്ടിൻ പുറത്തൊരു കാരനാട്ടാ, പക്ഷെ അതിനകത്ത് മമ്മൂട്ടിക്കാട്ട് മൂളി ഇരിക്കുന്ന ഒരു വില്ലനുണ്ട്. അത് അവൻ പൊളിയാ, ഒരു രക്ഷയില്ല. പിന്നെ ഇനി ഇന്റർവ്യൂ കഴിയുമ്പോൾ അതിന്റെ പുള്ളിയുടെ ഭാവം മമ്മൂട്ടി ഭാഗമാണ്. മമ്മൂട്ടി ഇനി കാര്യത്തിൽ കിടക്കുന്നുള്ളൂ. ഇപ്പം മമ്മൂട്ടി സാധാരണ നാട്ടോടെ അടി ഇടിയൊക്കെ കഴിഞ്ഞേ കഥയിലേക്ക് ഇനി വരുന്നേ ഉള്ളൂ. ഇതുവരെ കഥ നോർമലായിട്ടോ, ഇനി കഥ ഇങ്ങനെയുണ്ട്. പക്ഷെ ഇതുവരെ എന്റർടൈൻമെന്റാ, ഇതുവരെ ഒരു കുഴപ്പമില്ല. പടം ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫുള്ള് ഇതുവരെ കുഴപ്പമില്ല. പടം എന്തായാലും പൊളിക്കും. ഒരു കാര്യം ഇത്ര നേരം കണ്ട വെച്ച് നോക്കുകയാണെങ്കിൽ പടം വേറെ ലെവലിൽ പോകും. ഇനി ആ പടത്തിന്റെ ലെവൽ കാണാൻ പോണം. ഇപ്പോഴോ അത് നമുക്ക് അറിയാം. 100 പുള്ളടിക്കും. ഇന്റർവ്യൂ കഴിഞ്ഞാൽ കറക്റ്റ് പറയാം എത്ര അടി. ഇപ്പം വലിയ കുഴപ്പമില്ല, പോയിട്ടുണ്ട്. നമുക്ക് തീ പറിച്ചുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇടിയുടെ പെരുമഴയാണ്. അപ്പൊ സെക്കൻഡ് ഹാഫിലേക്കുള്ള തീ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഇന്റർവെൽ പഞ്ച് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര അഭിപ്രായം. അത് ഞാൻ പറഞ്ഞില്ലേ, ഇനി സെക്കൻഡ് ഹാഫ് രാജ്ബി ഷെട്ടി ആയിട്ടുള്ള വില്ലൻ കഥാപാത്രം വരുമ്പോ നല്ല കിടിലാവും പടം. ഇനി ഇന്റർവെൽ കഴിഞ്ഞ് അടിയുടെ പെരുമഴയായിരിക്കും. അത് അതായത് രണ്ട് ഫൈറ്റ് ഇപ്പൊ ഫസ്റ്റ് ഉണ്ടായിരുന്നു. 2 ഫൈറ്റും ഒന്നിനൊന്നും മെച്ചം. കിടിലൻ. മമ്മൂക്കയുടെ പവറും ആക്ഷനൊക്കെ വരുമ്പോ കിടിലൻ തന്നെ. എന്തായാലും കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ ഒരു മാറ്റം, മമ്മൂട്ടി കമ്പനിയുടെ പ്രതീക്ഷയൊക്കെ. മമ്മൂട്ടി കമ്പനിയുടെ അത് മമ്മൂട്ടി കമ്പനി എന്തെങ്കിലും പിടിക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഒന്നും അറിയാണ്ട് പിടിക്കാൻ ശരിയില്ല, പറഞ്ഞു പറ്റില്ല. അത് മമ്മൂട്ടി കമ്പനിയുടെ വിശ്വാസത്തിൽ തന്നെയാണ് കയറിയത്. ആ വിശ്വാസം മമ്മൂട്ടി കമ്പനി എന്തായാലും ഇത് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം കൊള്ളാം, സൂപ്പറാ. ഇന്റർവെൽ അടിപൊളിയാ. നല്ല കോമഡി, നല്ല മാസ്, നല്ല BGM എല്ലാം കൊണ്ടാക്കി ടർബോ ആക്കി വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഈ രാജമാണിക്യം, കോട്ടയം കുഞ്ഞച്ചൻ, ആ ഒരു വൈബ് കിട്ടിയോ? ആ ഒരു വൈബ് കിട്ടി. നല്ല രാജമാണിക്യത്തിന്റെ അത്ര എത്തിയില്ലെങ്കിലും ആ ഒരു കോട്ടയം കുഞ്ഞച്ചൻ വൈബ് വന്നിട്ടുണ്ട്. നല്ല സൗണ്ടും അതിന്റെ അടുത്ത് ചെറിയൊരു സെന്റി എല്ലാം കൂടി. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ ഒരു ആക്ഷൻ പടമാണല്ലോ, അപ്പൊ അതിനോട് ഇതായിട്ടുണ്ടോ? ആക്കം വന്നിട്ടില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലാണ് ആക്കം വന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയാണ്. ഫാമിലീസിന് പറ്റിയ സിനിമ. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു മാസം വന്നിട്ടില്ല. ട്രെയിലറിൽ കാണിച്ചൊരു മാസം വന്നിട്ടില്ല. ഇനി വരും. തെറ്റായിട്ടുണ്ട്. മമ്മൂട്ടി തീ പറിക്കുന്നതന്നെ പറഞ്ഞു. മമ്മൂട്ടി തീ പറിക്കുന്നതന്നെ പറഞ്ഞു. പിന്നെ പറയടാ, തീ പറിച്ചോണ്ടിരിക്കണം. ഇതുവരെ ഇരിക്കുകയാണ് മാസ് പടത്തില്. ഇല്ലെങ്കിൽ പടത്തിന്റെ ഒരു ഗതി അങ്ങ് മാറിയിരിക്കും. ഇരിക്കാണ് പൊളി.